പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓട്ടോറിക്ഷനെ കുറിച്ചുള്ള വീഡിയോ ആണ്. മോണ്ട്ര എന്ന പേരുള്ള ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടോറിക്ഷൻ്റെ ചെറിയൊരു ടെക്നിക്കലായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റോട്ടിൽ മുഴുവൻ ഈ ഒരു ഓട്ടോറിക്ഷ കാണുന്നുണ്ട്. ഈ ഒരു മോണ്ട്ര എന്ന പേരുള്ള ഓട്ടോറിക്ഷ റോട്ടിൽ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. ഈ ഓട്ടോറിക്ഷക്ക് നല്ല സെയിൽ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോറിക്ഷ നമുക്ക് അവിടെയും ഇവിടേക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഓട്ടം ഉണ്ട് ആ ഓട്ടോറിക്ഷക്ക്. അതേപോലെ നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ട്. ഇലക്ട്രിക് ഓട്ടോ ആണ്, കംപ്ലീറ്റ് ഇലക്ട്രിക് ആണ്. അതേപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ ഓട്ടോറിക്ഷ. അപ്പൊ അതിനെ കുറിച്ചുള്ള ചെറിയ ടെക്നിക്കൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ ആദിശ്യമുണ്ട്, ഒരു JCB ഡ്രൈവറാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇതാരാ? ഇവള് ടെസ്റ്ററോസിയാണ്. ഇവള് നല്ല കാർ ഓടിക്കുന്ന ഒരു റേസിംഗ് ഇത് ടെസ്റ്ററോസിയാണ്. അപ്പൊ ഇവര് കാർ ഓടിക്കാൻ അവർക്ക് ഇഷ്ടമല്ലേ? അവർക്ക് ആരാവുണ്ട്? അവർക്ക് കാർ ഓടിക്കുന്നവർക്ക് ഫെറാരിന്റെ ഡ്രൈവർ ആവാനാട്ടോ ഇഷ്ടം. ഇവളുടെ ഫെറാരിന്റെ ഡ്രൈവർ ആട്ടോ. ഒന്ന് ഹായ് പറ. ശിവ ഒന്ന് ഹായ് പറ. അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ ഇതില് ഈ ഒരു ഓട്ടോറിക്ഷ അപ്പൊ ഈ ഒരു ഓട്ടോറിക്ഷ രണ്ട് വേരിയന്റ് ആട്ടോ വരുന്നത്. അത് രണ്ട് വേരിയന്റ് ആട്ടോ വരുന്നത്. ഒന്ന് EPV എന്ന് പറയുന്ന മോഡൽ ഉണ്ട്. അതേപോലെ EPV 2.0 എന്ന് പറയുന്ന മോഡൽ ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം ബാറ്ററി കപ്പാസിറ്റിയുടെ ഡിഫറൻസ് ആണ്. ഒന്ന് 7.6 കിലോ വോൾട്ട് ഹവർ റേറ്റിംഗ് ആണ്, മറ്റേത് 10 കിലോ വോൾട്ട് ഹവർ. കിലോ വാട്ട് ഹവറിലാട്ടോ ഇതിന്റെ ബാറ്ററിന്റെ കപ്പാസിറ്റി പറയാം. അതേപോലെ അതിന്റെ പീക്ക് പവർ പറയുന്നത് 10 കിലോ വോൾട്ട് ഉണ്ട്. രണ്ട് ബാറ്ററിക്കും 10 കിലോ വോൾട്ട് ആണ് ബാറ്ററി പറയുന്നത്. ആ മോട്ടറിന്റെ കപ്പാസിറ്റി പറയുന്നത് കിലോ വോൾട്ടിനാണ്. ബാറ്ററിന്റെ കപ്പാസിറ്റി പറയാ കിലോ വോൾട്ട് ഹവറിലാണ് പറയാം. അങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിന് ഈ ഒരു ഓട്ടോന്റെ മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് 60 NM ഓട്ടോ. അപ്പൊ 60 NM എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മളെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ എഞ്ചിന്റെ ടോർക്ക് വരുന്നത് 28 NM തൊട്ടാണ്. അപ്പൊ ഈ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരുന്നത് 60 NM ആണ്. അപ്പൊ രണ്ട് ബുള്ളറ്റിന്റെ എഞ്ചിന്റെ പവർ ഉണ്ടാവും, ടോർക്ക് ഉണ്ടാവും ഈ ഒരു ഓട്ടോറിക്ഷക്ക്, ഈ ഒരു ഓട്ടോറിക്ഷന്റെ മോട്ടറിന്. അപ്പൊ അത്യാവശ്യം നല്ല കയറ്റൊക്കെ കയറാനുള്ള നല്ല കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു മോട്ടർ. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് സെയിൽ ആവുന്നത് ഈ ഒരു വാഹനം. ഇതിന്റെ മോട്ടറിന്റെ ടോർക്ക് കൂടി 60 NM ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോട്ടർ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കയറ്റം എത്ര ലോഡ് കൊണ്ട് കയറാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ വീഡിയോയിലെ കിടക്കാം, നേരിട്ട് കാണാം ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ, ഈ ഒരു വാഹനത്തിന്റെ ബാറ്ററി, അതുപോലെ ഇതിന്റെ മോട്ടറൊക്കെ നമുക്ക് കാണാം. ഈ ഒരു ഓട്ടോറിക്ഷന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് നോക്കി മനസ്സിലാക്കാം. അപ്പൊ വീഡിയോയിലെ കിടക്കാം. അതേപോലെ ഈ ഒരു ഓട്ടോറിക്ഷ മോണ്ട്ര എന്ന കമ്പനി മുരുകപ്പ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ചെന്നൈ ബേസ്ഡ് ആണ്. അപ്പൊ അവരാണ് ഈ ഒരു ഓട്ടോറിക്ഷ നിർമ്മിക്കുന്നത്. അപ്പൊ അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ നിർമ്മിക്കുന്ന മെറ്റൽ പ്രൊഡക്റ്റുകളും ബൈസൈക്കിൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു വലിയൊരു കമ്പനിയാണ്. അപ്പൊ അവർക്ക് 100 വർഷത്തിലധികം പാരമ്പര്യമുണ്ട്. അപ്പൊ മെറ്റൽ പ്രൊഡക്റ്റും ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ അവർ നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ഓട്ടോറിക്ഷ. അത്യാവശ്യം നല്ല മെറ്റലും അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് ഒരു കൺസെപ്റ്റ് ആണ്. ഈ ഒരു ഓട്ടോറിക്ഷന്റെ എന്താ പറയുക രൂപം തന്നെ മാറ്റിയിട്ടുണ്ട് അവർ ഈ ഒരു ഡിസൈനിങ്ങിൽ. വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കിടക്കാം, നേരിട്ട് കാണാം ഈ ഓട്ടോറിക്ഷന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കാം. ഈ ഒരു ഡീലർഷിപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മാങ്കാവ് മീൻസ് എന്ന റോഡിലാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിന് അവിടെ ഇവർ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ മോഡൽ ഓട്ടാണ്, ഇത് ലോഞ്ച് ആയിട്ടില്ല. അതിന് ഹാർഡ് റൂഫാണ് വരുന്നത്. അതേപോലെ സോഫ്റ്റ് റൂഫും ഹാർഡ് റൂഫും വരുന്നുണ്ട്. സോഫ്റ്റ് റൂഫിൽ ഒരു പ്രത്യേകതരം നോർമൽ ഓട്ടോ ഒക്കെ കാണുന്ന പോലെ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. ഇത് ഹാർഡ് റൂഫാണുള്ളത്. ഹാർഡ് റൂഫ് എന്ന് പറയുമ്പോൾ ഫൈബർ പോലത്തെ എന്താ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സർവീസും ഉണ്ട്. അതേപോലെ പുതിയൊരു ഷോറൂം തുറക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. ഇവിടെ ഈ ഒരു ഷോറൂമിൻ്റെ പേരൊക്കെ കാണാം. ഇതാണ് പോലെ ഷോറൂം. ഈ ഒരു ഓട്ടോ ശരിക്കും സെയിലാവുന്നുണ്ട്, നല്ല പ്രൊഡക്റ്റാന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഞാൻ റോട്ടിൽ കുറേ ഈ ഓട്ടോറിക്ഷ കണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ഓട്ടോറിക്ഷയുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഷോറൂമിൽ വന്നാണ്ട് ഇതിൻ്റെ ഇലക്ട്രിക് സംഭവങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഈ ഒരു ഓട്ടോറിക്ഷൻ്റെ ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഡെമോ. 2 മോഡലുള്ളത്. അപ്പോൾ 2 മോഡൽ ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണാനുള്ളത്. ചില ബാറ്ററി ബാക്കപ്പിനും അതേപോലെ അതിൻ്റെ പവറിനൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലെ പോർഷനെ കാണാം, നല്ലൊരു പ്രത്യേക ഡിസൈനിങ് ആണ്. ഓട്ടോറിക്ഷൻ്റെ ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫ്രണ്ട് ഏരിയയും അത്യാവശ്യം നല്ല സ്ട്രോങ് ഒക്കെയാണ്. ഇതിന് വിൻഷീൽഡ് ഗ്ലാസ്സൊക്കെ നല്ല വലിയ തിക്കുള്ള ബീഡിങ് ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ മറുകാടും ആ ഫോർക്കൊക്കെ ഇവിടെ കാണാം. അതിന് ബൈക്കിനൊക്കെ വരുന്ന പോലത്തെ ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു ഫോർക്കൊക്കെ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്.
ഡബിൾ ഫോർക്ക് ഹെലിക്കൽ സ്പ്രിങ് എന്നാട്ടോ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പേര്. അതേപോലെ നല്ല ടയറൊക്കെ ഉണ്ട്. അതേപോലെ അതിന് ഫ്രണ്ടിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്, ഡ്രം ടൈപ്പ് ഹൈഡ്രോളിക് സിസ്റ്റം വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ആ ഡ്രമ്മൊക്കെ കാണുന്ന സമയത്ത് ബജാജ് ഓട്ടോൻ്റെ ആ ഡ്രം ബ്രേക്ക് പോലെ കണ്ടിട്ട് ഡ്രം ബ്രേക്ക് ഷൂ സിസ്റ്റമൊക്കെ ഉള്ളത് ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അതുപോലെ ഈ ഫ്രണ്ടിലെ പോർഷനൊക്കെ കാണാൻ സ്റ്റൈലായിട്ടുണ്ട്. ഫ്രണ്ടിൽ നല്ല വൈപ്പർ ബ്ലേഡ്, വൈപ്പർ ആം, അതേപോലെ ഇത് ഹാലജൻ ഹെഡ്ലൈറ്റ് സിസ്റ്റം വരുന്നത്. ഹാലജൻ ശരിക്കും നോർമലി വാഹനങ്ങളിലൊക്കെ വരുന്ന ഒരു ബൾബ് സിസ്റ്റമാണ്. ശരിക്കും ഇത് LED ആക്കുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും, ഇനി വോൾട്ടേജ് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഈ ഒരു ഓട്ടോൻ്റെ അകത്ത്. ഇവിടെ അതിൻ്റെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ആ ഒരു ബീഡിങ് കാണാം, നല്ല പക്ക ഡിസൈനിങ് ആയിട്ടുണ്ട്. നല്ല തിക്നെസ്സിലാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു റബ്ബറിൻ്റെ ബീഡിങ്ങൊക്കെ. ഇവിടെ റിയറിൽ രണ്ട് സൈഡിലും ഡോറൊക്കെ വരുന്നുണ്ട്, സൈഡ് ഡോർ. അതേപോലെ ഡ്രൈവർക്ക് ഫൂട്ട് ഏരിയയിൽ നല്ല സ്പേസ് ഉണ്ട്, നല്ല വൈഡായിട്ടാണ് ഇതിൻ്റെ ആ ഫ്രണ്ടിലെ ബോഡിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഓട്ടമാണ്. നല്ല വൈഡ് സ്പേസ്, നല്ല എയർ സ്പേസ് ഒക്കെ ഉണ്ട്, നല്ല കൂളായിട്ട് ഇരിക്കാനൊക്കെ. അതേപോലെ ഇവിടെ നല്ല ഹാൻഡ് ബ്രേക്ക് കാണാം, ഹാൻഡ് ബ്രേക്കൊക്കെ നല്ല ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ബ്രേക്കാണ് ഫൂട്ട് ബ്രേക്ക്, ഇത് ഹൈഡ്രോളിക്കാണ്, ടാൻഡം സിലിണ്ടർ ഡിസൈനിങ് ആണ്. ഒരു പൈപ്പ് ഫ്രണ്ടിലേക്ക് ഒരു പൈപ്പ് റിയറിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ ബ്രേക്ക് സിസ്റ്റമൊക്കെ വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അതേപോലെ ഇവിടെ അതിൻ്റെ ഹാൻഡിൽ അതേപോലെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം, അതിൻ്റെ ഗിയർ ഇവിടെ കാണാം, അതാണ് ശരിക്കും ഇതിൻ്റെ ഗിയർ മോഡ്. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇത്തരം നോബുകളുണ്ടാവുക ഗിയർ ലിവറായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ അതിൻ്റെ പാർക്ക് അസിസ്റ്റൻ്റ് എന്നുള്ള മോഡുണ്ട്, അതേപോലെ ന്യൂട്രൽ, അതേപോലെ ഈ എക്കോ മോഡ്, ഡ്രൈവ്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ മോഡുകളൊക്കെ വരുന്നുണ്ട്. ഇതോടെ അതിൻ്റെ ഹാൻഡിലിൻ്റെ മേലെ അത് റിവേഴ്സ് പോകാനും അതേപോലെ ഫോർവേഡ് പോകാനുള്ള സ്വിച്ച്, അതേപോലെ ഹെഡ്ലൈറ്റ് പാർക്ക് ഹെഡ്ലൈറ്റൊക്കെ ഓണാക്കാനുള്ള സ്വിച്ച്, അതേപോലെ ഇവിടെ ഡിമ്മും ബ്രൈറ്റും അടിക്കാനുള്ള സ്വിച്ച്, അതേപോലെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഹോണിൻ്റെ സ്വിച്ചൊക്കെ വേണം. അതേപോലെ അസാർട്ട് ലൈറ്റിൻ്റെ സ്വിച്ച്, വൈപ്പറിൻ്റെ സ്വിച്ച്, അതേപോലെ ഒരു പാർക്കിംഗ് സോക്കറ്റ്, അതേപോലെ ഗ്ലോ ബോക്സ് ഒക്കെ ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ ഇഗ്നീഷ്യ ഓണാക്കാനുള്ള സ്വിച്ച് കൂടെ കാണാം. ഇഗ്നീഷ്യ ഓണാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്ലസ്റ്ററിൽ ഈ മീറ്റർ പാനലിൽ ഈ വാഹനത്തിൻ്റെ ഗിയറിൻ്റെ പൊസിഷൻ, F ഫോർവേഡ് ഉള്ളത്, അതേപോലെ അതിൻ്റെ റേഞ്ച് 153 ഈ ഒരു ഓട്ടോക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ ട്രിപ്പ് മീറ്റർ, ടൈം, റേഞ്ച്, ഇത്തരം സംഭവം ഇവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ ഒരു ഡിസ്പ്ലേക്ക്. അത്യാവശ്യം വേണ്ടപ്പെട്ട ഇൻഫർമേഷനൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. നമ്മളെ ഗിയർ സെലക്ഷൻ, അതേപോലെ റേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ റിയർ രണ്ട് സൈഡിലും നല്ല ഡോറൊക്കെ വരുന്നുണ്ട്, അതിന് നല്ല ലോക്ക് മെക്കാനിസം കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്ട്രോങ് ആണ് ഡോറൊക്കെ. അതേപോലെ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്ത്, നല്ല സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂഫിലൊക്കെ നല്ല സ്പേസ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് ഈ ഒരു ഓട്ടോക്ക്. അതേപോലെ റിയറിൽ വീതി കുറഞ്ഞ ടയറാണ് ഉപയോഗിക്കുന്നത്. മിക്കവാറും ഒട്ടുമിക്ക ഇലക്ട്രിക് കാറുകൾക്കും അതേപോലെ ഈ ചെറിയ വാഹനങ്ങൾക്കൊക്കെ വീതി കുറഞ്ഞ ടയറാണ് വരുന്നത്, ഇവിടെ കാണാം. അതേപോലെ ഇതിന് ഹൈറ്റ് കൂടുതലായിരിക്കും ഈ ഒരു ടയറിന്. ഇതിൻ്റെ ഹബ്ബിലൊക്കെ നല്ല ഗ്രീസൊക്കെ തേച്ചിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ടയറിൻ്റെ സൈസ് ഇത്രയൊന്നും കറക്റ്റ് കാണുന്നില്ല, MRFൻ്റെ ടയറൊക്കെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയറും ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ റോഡിനെ മാച്ച് ആവുന്ന രീതിയിലുള്ള ടയർ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. റിയറിൽ നല്ല ടെയിൽ ലൈറ്റ്, നല്ലൊരു ഫുള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്. ഇതുവരെ ആരും കാണാത്ത രീതിയിലാണ് ഈ ഒരു ഓട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല എഞ്ചിനീയേഴ്സ് ആയിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല റിയറിലെ ബമ്പറൊക്കെ നല്ല ആ ഒരു എന്താ പറയുക കട്ടിങ് ഷേപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ ഇതിന് റിയറിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഡോറൊക്കെ വരുന്നുണ്ട്, ഈ ആപ്പ് ഓട്ടോക്കൊക്കെ വരുന്ന പോലെ തന്നെ റിയറിൽ ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട്, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കയറ്റി വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിന് രണ്ട് ലോക്കൊക്കെ വരുന്നുണ്ട്, ഈ ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സാധനങ്ങൾ കയറ്റി വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. ഈ ഒരു ഓട്ടോൻ്റെ ഓരോ ഭാഗവും നമുക്ക് കറക്റ്റ് യൂസ്ഫുൾ ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഓട്ടോൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാമറ അടിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഇതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല വെൽഡിങ്ങും, ഇപ്പം കംപ്ലീറ്റ് മെറ്റലിലാണ് ഈ ഒരു ബോഡി ഫുള്ള് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് നല്ല കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ മോട്ടർ കാണാം, നല്ല ഒരു ഡിസൈനിങ് ആണ്. അതുപോലെ എയർ കൂളാവാനുള്ള ഒരു ഡിസൈനിങ് ഒക്കെ ഉണ്ട് ഇതിന്. ആ മോട്ടറിലേക്ക് വരുന്ന മഞ്ഞ വയറൊക്കെ കാണാം. 48 വോൾട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെവി മോട്ടറൊക്കെയാണ്. വളരെ സിമ്പിളായിട്ടോ ഈ ഒരു ഓട്ടോ നിർമ്മിച്ചിട്ടുള്ള ഇതിൻ്റെ ഫ്രെയിമിൻ്റെ വർക്കും അതേപോലെ അതിൻ്റെ വയറിങ്, അതിൻ്റെ ഡിസൈനിങ് കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഗിയറിൻ്റെ ഈ ഒരു നോബിൽ നമ്മൾ ഇതിൻ്റെ ഒരു മോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു എക്കണോമി റേഞ്ച് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക കയറ്റം കയറുന്ന ഹൈ ടോർക്ക് മോഡ് ഉണ്ട്, അതേപോലെ എക്കോ മോഡിലിടുമ്പോൾ
60ഓളം കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റേഞ്ച്. അതേപോലെ ഡ്രൈവിലിടുമ്പോൾ ലേശം റേഞ്ച് കുറയുന്നുണ്ട്. അതേപോലെ ഹൈ ടോർക്കുള്ള ഒരു മോഡുണ്ട്, അതിലേക്ക് ഇടുമ്പോൾ ലേശം കൂടിയും ഒരു റേഞ്ച് കുറയുന്നുണ്ട്. ആ മോഡിലിട്ടാൽ ഏത് കയറ്റവും കയറും. 60 തന്നെ നമ്മൾ ന്യൂട്രൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോട്ടർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കയറ്റവും വിശ്വസിച്ച് ഓടിക്കാൻ സാധിക്കും. കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ റേഞ്ച് കുറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കയറ്റം ആവശ്യമുള്ള സമയത്ത് മാത്രം ആ മോഡിലേക്ക് മാറ്റിയാൽ മതി. നല്ല കയറ്റം കയറുന്ന സമയത്ത് മാത്രം. 60 NM ടോർക്ക് എന്ന് പറയുമ്പോൾ നല്ല ടോർക്കാണ്. ആൾട്ടോ കാറിൻ്റെയൊക്കെ റേഞ്ചിൽ വരും ഏകദേശം ഇതിൻ്റെ ടോർക്ക്. അത്രയും നല്ല ടോർക്ക് ഉണ്ട് ഈ ഒരു എഞ്ചിന്. 60 NM ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് വരുന്നത്. റിയറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ഒരു ചെറിയ ബാറ്ററി വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വരുന്നുണ്ട്. അത് കാറിനൊക്കെ വരുന്നൊരു സിസ്റ്റമാണ്. കാറിന് മിക്കവാറും എല്ലാ കാറുകൾക്കും 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി അവർ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു സിസ്റ്റമാണിത്. ആ ഒരു സംഭവം നല്ല അടിപൊളിയാണ്. ഒന്നുകൂടിയും എഫിഷ്യൻസി കൂടും ഈ ഒരു ഓട്ടോക്ക്. ബെൻസിൻ്റെ കാറിനും അതേപോലെ ബെൻഡിലിൻ്റെ കാറുകൾക്കൊക്കെ അത്തരം ചെറിയ ഒരു 12 വോൾട്ട് ബാറ്ററി വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ മെയിൻ ബാറ്ററിയാണ്. ഇതാണ് 48 വോൾട്ടിൻ്റെ വലിയ ബാറ്ററി. ഇത് ബാറ്ററീൻ്റെ കപ്പാസിറ്റി കിലോ വോൾട്ട് ഹവറിലോട്ടോ പറയാം. അപ്പോൾ 2 ബാറ്ററി പാക്കാണ് വരുന്നത്. ഒന്ന് 7.6 കിലോ വോൾട്ടും മറ്റേത് 10 കിലോ വോൾട്ടും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി പാക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സീൽഡ് ബാറ്ററിയാണ്. അതേപോലെ ഇതിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ ചാർജിങ് ഒക്കെ വരുന്നത്. ഇവിടെയാണ് ആ ഒരു ചാർജിങ് സോക്കറ്റുള്ളത്. അതേപോലെ ഈ സീറ്റ് നമുക്ക് മറയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ ഫോൾഡ് ചെയ്യുന്ന സീറ്റാണ്. കാറിനൊക്കെ വരുന്ന പോലെ നമുക്ക് മറച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ലഗേജ് സാധനങ്ങളൊക്കെ സ്പേസ് കൂട്ടാൻ സാധിക്കും. അത്യാവശ്യം വല്ല വലിയ ബോക്സോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു സീറ്റ് കൂടെ മറച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഓട്ടോൻ്റെ മാക്സിമം എല്ലാ ഭാഗങ്ങളും ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാം അതിൻ്റെ ആ ഒരു ഉള്ളിലെ സ്പേസ് കാണാം. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുമാത്രം എഫക്റ്റീവാണെന്ന് എനിക്കറിയില്ല. അത് ശരിക്കും ലോങ്ങിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാജ്വലി ബ്രേക്ക് പിടിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു ആക്റ്റീവ് റീജനറേറ്റീവ് ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ ബാറ്ററി കൺട്രോൾ, മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഒരു ഓട്ടോക്ക് 3 വർഷത്തോളം ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വാറണ്ടി. ഈ ഒരു ചാർട്ടിൽ ഈ ഒരു വാഹനത്തിൻ്റെ എന്താ പറയുക ടോട്ടൽ വെയിറ്റ്, അതേപോലെ ഇതിൻ്റെ ഡയമെൻഷൻ, ഇതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി, ഇത്തരം സംഭവങ്ങളൊക്കെ കറക്റ്റ് വ്യക്തമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 55 km/h ആണ്. അതേപോലെ 20 കിലോമീറ്ററിലേക്ക് എത്താൻ 4 സെക്കൻഡ് മതി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ റേഞ്ച് 160 കിലോമീറ്റർ പറയുന്നുണ്ട്. +or-5 ആണ്. ചിലപ്പോൾ കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ നല്ല 5 മോഡ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. പാർക്ക് അസിസ്റ്റ് മോഡ്, എക്കോ മോഡ്, ഡ്രൈവ് മോഡ്, പവർ മോഡ്, റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോഡുകളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഓട്ടമാണ്. ഞാൻ കണ്ടിടത്തോളം അത്യാവശ്യം നല്ല കപ്പാസിറ്റിയും നല്ല ടോർക്കുണ്ട് ഈ ഒരു മോട്ടറിന്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ ഇതിൻ്റെ ചാർജറൊക്കെ കാണാം. നല്ല ഹെവി ആയിട്ടുള്ള ചാർജറാണ്. അതേപോലെ ചാർജറിന് മേലെ വലിയ ഫാന് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കപ്പാസിറ്റി ഉള്ള ചാർജറൊക്കെയാണ് ഇവിടെ കാണാൻ. ഇതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നതിൻ്റെ ഔട്ട്പുട്ട് 40 ആംപിയർ കാണിക്കുന്നുണ്ട്. നല്ല ആംസിൽ 5 മണിക്കൂർ കൊണ്ടൊക്കെ ചാർജ് ആവുന്നൊക്കെ അവർ പറയുന്നുണ്ട്. 160ഓളം കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ കഴിയും ഈ ഒരു ഓട്ടോ. ഒരു ഇലക്ട്രിക് വാഹനത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ചാർജറും അതിൻ്റെ ബാറ്ററി, അതിൻ്റെ മോട്ടർ, പിന്നെ അതിൻ്റെ കൺട്രോൾ മൊഡ്യൂൾ ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാം. അതേപോലെ ഇതിൻ്റെ ബാറ്ററീൻ്റെ സെല്ലൊക്കെ നമുക്ക് സിംഗിളായിട്ട് മാറാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഒന്നായിട്ട് മാറേണ്ട ആവശ്യമില്ല. അതിൻ്റെ ബാറ്ററി പൊളിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഓരോ ബാറ്ററി ഏത് ബാറ്ററിയാണ് പോയെന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാറാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഓട്ടോയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. അതിൻ്റെ പാർട്സുകളൊക്കെ ശരിക്കും നമ്മളെ നാട്ടിൽ തന്നെ ലഭിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആപ്പൻ്റെ ഡീസൽ ഓട്ടോ ഓടിച്ച ആൾക്കാർ, അതേപോലെ ബജാജിൻ്റെ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരൊക്കെ അതേപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ഇതിൻ്റേതായ രീതിയിൽ നമ്മൾ നോക്കി കാണണം. ഇത് ഒരു ഇലക്ട്രിക് ഓട്ടോ ആണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഓടിച്ച് പഠിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് ശരിക്കും. ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പറയാൻ പോകുന്നത്. ഈ ഓട്ടോൻ്റെ മേലെ നമുക്ക് ഒരു സോളാർ പാനൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡിലൊക്കെ നിർത്തിയിടുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഓട്ടോനെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും. അത് ഫ്രീ എനർജിയാണ്. അപ്പോൾ അത്തരം മോഡിഫിക്കേഷനൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഓട്ടോ വാങ്ങിക്കുക. അതേപോലെ ഇവിടെ ഒരു കാറ് കാണാം. ഈ കാറിൻ്റെ റൂഫ് കംപ്ലീറ്റ് സോളാർ പാനലാണ്. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത്തരം മോഡിഫിക്കേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക.